ഏതൊരു മേഖലയാണെങ്കിലും ആ ഒരു ഇക്കോ സിസ്റ്റം പോലെ അത് സർവൈവ് ചെയ്താലാണ് ആ ഇൻഡസ്ട്രി നിലനിന്നു പോകുള്ളൂ. ബന്ധങ്ങൾ കുറഞ്ഞു പോകുന്നുള്ളത് സത്യമാണ്. അതെ, ഈ കുറഞ്ഞു പോകുന്ന സാധനത്തിനാണ് വാല്യൂ കൂടുക. ഇന്ന് തോമസ് ഏട്ടൻ സ്വന്തമായി ഒരു സംരംഭം തുടങ്ങി 1 കോടി ടേൺ ഓവറുള്ള ഒരു സംരംഭമാക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചാൽ ഒരു 10 കോടി രൂപയുടെ എൻക്വയറിയെങ്കിലും ആള് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, എന്നാലാണല്ലോ 1 കോടിയുടെ ബിസിനസ് നടത്തും. ഉറപ്പായിട്ടും. ഞങ്ങൾ തുടങ്ങുമ്പോൾ ഈ പ്രോസസ്സ് തുടങ്ങുന്നത് 5 ലക്ഷം രൂപയ്ക്കാണ് കേരളം നിൽക്കാൻ ഞങ്ങൾക്ക്. പക്ഷെ അത് തുടങ്ങിയപ്പോൾ മനസ്സിലായത് കേരളം കൊണ്ട് മാത്രം ഈ തോമസ് ഏട്ടന് ഒരു സബ്സ്റ്റാൻഷ്യലി ലാർജ് കമ്പനി റൺ ചെയ്യാൻ പറ്റത്തില്ല. ലുലു മോളിൽ ഒരു പ്രോപ്പർ സ്റ്റോർ സെറ്റ് ചെയ്ത് ബ്രാൻഡഡ് ആയിട്ടുള്ള പൊളിച്ച ഒരു സാധനം നന്നായിട്ട് സെറ്റ് ചെയ്ത് നമുക്ക് ഇറങ്ങാം. ശരി, പാലാരിവട്ടത്ത് ഒരു ഷോപ്പ് എടുത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഇറക്കി നമുക്ക് ഒരു ബൊട്ടീക്ക് സ്റ്റോർ ഇറക്കാം. ബ്രോഡ്വേയിൽ ഒരു ഉന്തുവണ്ടി വാങ്ങിച്ച് അതിന് മുകളിൽ കോയമ്പത്തൂരിൽ കുറച്ച് ടീഷർട്ടും കൂട്ടിയിട്ട് വിൽക്കാം. നമ്മൾ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് തുറക്കണമെന്ന് പറയുന്നത് ഒരു റൈറ്റ് അപ്രോച്ചാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. മൈഫിൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ടോപ്പേഴ്സ് ടേക്കിലേക്ക് സ്വാഗതം. ശരിക്കും നമ്മുടെ ഇന്നത്തെ ജനറേഷൻ ഒരു 2 ദിവസത്തെ ഹോളിഡേ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചിന്തിക്കുന്നത് ഒരു ട്രിപ്പ് പോകുന്നതിനെക്കുറിച്ചാണ്. കാരണം അത്രത്തോളം ജനകീയമായി കഴിഞ്ഞു ഈ ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറഞ്ഞാൽ. ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് നമ്മുടെ ജനറേഷൻ, അല്ലെങ്കിൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്നാൽ വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഇതിൻ്റെ സാധ്യതകളെ മനസ്സിലാക്കി, അതായത് ഓൺലൈനിൽ രജിസ്ട്രേഷൻ ഒന്നും ഇല്ലാത്ത കാലത്ത് പോലും ഇതിന് ഒരു സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി മനസ്സിലാക്കുകയും ഈ രംഗത്ത് വെബ് CRS എന്ന പേരിൽ തൻ്റേതായ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ഏകദേശം 65ഓളം കമ്പനികളെ ഡെവലപ്പ് ചെയ്തിട്ട് ഈ രംഗത്ത് സക്സസ്ഫുള്ളായി നിൽക്കുന്ന ഒരാളുണ്ട്. ആ ആളെയാണ് ഇന്ന് ടോപ്പേഴ്സ് ടേക്കിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് പരിചയപ്പെടാം. മിസ്റ്റർ നീൽകാന്ത് സർ, സ്വാഗതം. ഓക്കെ, ആദ്യം തന്നെ ഈ പേരിൽ ഞാൻ പലപ്പോഴും പേരിൻ്റെ ഒരു കൗതുകമുണ്ട്. കാരണം ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്ന ആൾ നീൽകാന്ത് എന്ന് പറഞ്ഞപ്പോൾ നോർത്ത് ഇന്ത്യൻ ആണോ എന്ന് ചോദിച്ചു. ശരിക്കും ഈ പേരിന് പിന്നിൽ എന്തെങ്കിലും കഥയുണ്ടോ? അച്ഛൻ്റെ പേര് ലക്ഷ്മികാന്ത്, എൻ്റെ ചേട്ടൻ്റെ പേര് ശ്രീകാന്ത്. ഓക്കെ, പിന്നെ അച്ഛൻ്റെ അങ്ങനെ ഒബ്വിയസ്ലി ഒരു കാന്ത് കുടുംബം. അതെ, കാന്ത് കൂടെ ഉണ്ട്. പിന്നെ അച്ഛൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഓൾ ഇന്ത്യ റേഡിയോയിൽ അച്ഛൻ ഓൾ ഇന്ത്യ റേഡിയോയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം അവിടെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ടായിരുന്നു ഡൽഹിയിൽ വെച്ചിട്ട്. ഹി വാസ് എ റിപ്പോർട്ടർ ഓൺ ഓൾ ഇന്ത്യ റേഡിയോ. ഹി ഗോട്ട് murdered while on duty. Oh, okay. So his name was നീൽകാന്ത്. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ജന്മം. അങ്ങനെ നീൽകാന്ത് ആ ഒരു കണക്ഷനും കൂടി ആദ്യം ആ പേരിൽ കിടപ്പുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു വളരെ കൗതുകമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 65ഓളം കമ്പനികളെ അത് ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധ്യമാക്കിയത്? ശരി, ഓക്കെ. അത് ബേസിക്കലി കഴിഞ്ഞ ഒരു 24 വർഷത്തിനോളമായി ഞാൻ ടൂറിസം മേഖലയിൽ ടെക്നോളജി ഡിപ്ലോയ്മെൻറ്റ് ആൻഡ് എക്സിക്യൂഷനിലാണ് ഉണ്ടായിരുന്നത്. ഡിജിറ്റൽ എനേബിൾമെൻറ്റ്, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞ സ്പേസിലാണ് നമ്മൾ ആദ്യം തുടങ്ങുന്നത്. പക്ഷേ കോവിഡ് വന്നപ്പോൾ വി ഹാഡ് എ ഡിഫറെൻറ്റ് ലൈൻ ഓഫ് തോട്ട് വേർ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഈ നമ്മുടെ ടൂറിസം ഈക്കോ സിസ്റ്റം, ബിസിനസ് ഈക്കോ സിസ്റ്റം എങ്ങനെയാണല്ലോ ആ ഒരു ഏതൊരു മേഖലയാണെങ്കിലും ആ ഒരു ഈക്കോ സിസ്റ്റം പോലെ അത് സർവൈവ് ചെയ്താലാണ് ആ ഇൻഡസ്ട്രി നിലനിന്നു പോകുള്ളൂ. അല്ലെങ്കിൽ അവിടെയുള്ള സംരംഭകർക്കും അവിടെയുള്ള മറ്റേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ക്യാൻ ബി അറ്റ് സ്റ്റേക്ക്. അപ്പോൾ ആ ഒരു പ്രോബ്ലം നമ്മൾ ടൂറിസം മേഖലയിൽ നേരത്തെ കണ്ടിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഇവാലുവേഷൻ്റെ റിസൾട്ടായിട്ടാണ് ഞങ്ങളൊരു ഈ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് സ്കീം നമ്മൾ ഒരു കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരുന്നത്. കോവിഡ് സമയത്ത് ജോലി പോയ ആൾക്കാർക്കും ഒരു സ്വന്തമായി ഈ ഇപ്പോൾ എപ്പോഴും ഏതൊരു സമയത്ത് ഒരു ഡിപ്രഷൻ വരുമ്പോൾ, എക്കണോമിക് ഡിപ്രഷൻ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ പോകുന്നത് കുറേ ചെറിയ സംരംഭങ്ങൾ ഡെവലപ്പ് ആവുന്നതാണ്. അത് യു ഹാവ് സീൻ ഇറ്റ് ഓവർ ഇൻ ദി ഹിസ്റ്ററി ഓഫ് സമയത്ത്. അതിനു മുന്നേ തന്നെ ഗ്രേറ്റ് ഡിപ്രഷനിൽ വരുമ്പോഴും അതേപോലെ തന്നെ 2020 ഈ ഡിപ്രഷൻ 2008 എക്കണോമിക് ഡിപ്രഷനിലൊക്കെ ഈ ഒരു ഫിനോമിനൻ നമുക്ക് കാണാൻ പറ്റും. ഓവറോൾ മാർക്കറ്റ്സ് താഴെ പോയി കഴിയുമ്പോൾ കുറേ നല്ല ശമ്പളം കിട്ടുന്ന ആൾക്കാർക്ക് ശമ്പളം പോവും, ഓപ്പർച്യൂണിറ്റീസ് പോവും. അവർക്ക് പോയി ചെറിയ ജോലികളിൽ കയറാൻ ബുദ്ധിമുട്ടുണ്ടാവും, ലോവർ സാലറീസിൽ. അവർ പലപ്പോഴും ട്രെൻഡ് ചെയ്യുന്നത് സ്വന്തമായി ഒരു
സംരംഭം തുടങ്ങിയാൽ ശമ്പളം എത്രയെന്നുള്ള പ്രശ്നമല്ല പോടെ. സ്വന്തം സംരംഭം എന്നുള്ള ആ ഒരു സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ള ഒരു അതിലേക്ക് അവർ മാറും. പലപ്പോഴും ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവർ ആ മേഖലയിലേക്ക് ഇറങ്ങുന്നത്, അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങാനുള്ള ഒരു ഇതിലേക്ക് പോകുന്നത്. ബിക്കോസ് ദർ ഇസ് നോ ബിസിനസ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ പക്ഷേ അത് നിലനിന്ന് പോയാൽ കുറേ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ക്രിയേറ്റ് ആവും എന്നുള്ളൊരു പെർസ്പെക്റ്റീവും. അപ്പോൾ എന്തുകൊണ്ട് അത് നിലനിൽക്കാറില്ല എന്നുള്ള ചോദ്യത്തിലേക്കാണ് നമ്മൾ ഈ 65 സ്കീംസിലേക്കുള്ള നമ്മൾ ഈ 65 സംരംഭകരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഇറങ്ങി തിരിച്ച ആ ഒരു ആക്ടിവിറ്റിയിൽ അവർ ഫെയിൽ ചെയ്യാണ്ട് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം അത് ടൂറിസം മേഖലയ്ക്ക് അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി സ്പേസ് ഉള്ളത് കൊണ്ട് അതിന് നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാക്കുകയാണ് നമ്മൾ ഈ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് സ്കീം വഴി നമ്മൾ ചെയ്തത്. ഓക്കെ, ഒരു പക്ഷേ എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ സാർ തന്നെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്, ടെക്നോളജി അല്ല ഭാവിയിൽ ബന്ധങ്ങളാണ് വേണ്ടത്. എനിക്ക് തോന്നുന്നു ആ മുൻ ഇൻ്റർവ്യൂവിൽ അതിന് ഒരുപാട് പേര് ലൈക്ക് ചെയ്തു. പക്ഷേ ആക്ച്വലി ദ തിങ് ഈസ്, നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ബന്ധങ്ങൾ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ടെക്നോളജി വളരും തോറും. അതെ അല്ലേ? അപ്പോൾ ആസ് എ ബിസിനസ് മാൻ എന്നുള്ള രീതിയിൽ ഇത്രയും കമ്പനീസിനെ ഒരുമിച്ച് കൊണ്ടുവരാൻ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധം വേണം. അതിന് എന്തൊക്കെ അല്ലെങ്കിൽ എന്തൊക്കെ ടിപ്സാണ് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളത്? ബന്ധങ്ങൾ കുറഞ്ഞു പോകുന്നുള്ളത് സത്യമാണ്. അതെ. അപ്പോൾ ഈ കുറഞ്ഞു പോകുന്ന സാധനത്തിനാണ് വാല്യൂ കൂടുക. എക്സാക്ട്ലി. ഓക്കെ, ബിസിനസ് ചെയ്യുമ്പോൾ വാല്യൂ ഉള്ള സ്ഥലത്ത് വേണം ബിസിനസ് ചെയ്യാൻ. അപ്പോൾ അവിടെ ബിസിനസ് ചെയ്യണം. ദാറ്റ്സ് ആൻസർ. ഓക്കെ. അപ്പോൾ ആ ഒരു ഫോക്കസ് വെച്ച് ഈ ബന്ധങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി അവർക്ക് ബിസിനസ് ചെയ്യുന്ന പൈസ ഉണ്ടാക്കാനായിരിക്കരുത്, ഒരു കൺസ്യൂമറിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിരിക്കണം. ആ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു മെക്കാനിസമാണ് ബിസിനസ്. ആ ഒരു പെർസ്പെക്റ്റീവിൽ ഒരു സംരംഭകൻ അവരുടെ ബിസിനസ് തുടങ്ങിയാൽ അത് കറക്റ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്താൽ ആ ബന്ധങ്ങൾക്കും വാല്യൂ ഉണ്ടാവും. അയാൾ ചെയ്യുന്നത് ഒരു ബിസിനസ് ആയിരിക്കില്ല, ബാക്കിയുള്ളവർക്ക് ഹെൽപ്പായിരിക്കും. ആ ഹെൽപ്പിന് വേണ്ടി ആൾക്കാർ ഇങ്ങോട്ട് വന്ന് സർവീസ് എടുത്തോളും. ആൻഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ആൾക്കാരെ പുറകെ നടന്ന് ബിസിനസ്സിന് വേണ്ടി യാചിക്കുകയല്ല. അതേസമയം യു ക്രിയേറ്റ് ഇനഫ്, നമ്മുടെ ആ ബ്രാൻഡിന്, ആ സംരംഭകൻ ഉണ്ടാക്കിയ ആ കമ്പനിക്ക് ദർ ഷുഡ് ബി ഇനഫ് വാല്യൂ. അവർ അത്രയും ഒരു വാല്യൂ ഡെലിവർ ചെയ്യുന്നൊരു പൊസിഷനിലേക്ക് അവർക്ക് അറിയുന്ന ആൾക്കാരും അവരുടെ ഇമ്മീഡിയറ്റ് കോൺടാക്ട് സർക്കിൾ ആൾക്കാരൊക്കെ മനസ്സിലാക്കിയാൽ തന്നെ അവർ ആ സർവീസിന് വന്നോളും, അഡ്വൈസിന് വന്നോളും. സെല് ചെയ്യേണ്ട കാര്യമില്ല. പീപ്പിൾ കം ടു യു ഫോർ സർവീസ് ബിക്കോസ് ദേ നോ ദാറ്റ് യു ക്യാൻ ഡെലിവർ എ ഗുഡ് ക്വാളിറ്റി സപ്പോർട്ട് മെക്കാനിസം. ഇപ്പോൾ സാറിൻ്റെ കമ്പനിയിൽ ഇപ്പം എടുത്തു പറയത്തക്ക രീതിയിൽ അതിന് റിലേഷൻഷിപ്പ് എടുത്ത അല്ലെങ്കിൽ നല്ല രീതിയിൽ പോകുന്നൊരു മെയിനായിട്ടുള്ളൊരു 5 കമ്പനി പേര് പറയാൻ പറഞ്ഞത്: ഗോജോ ഹോളിഡേയ്സ്, യാ ഹോളിഡേയ്സ്, ട്രിപ്ക്യൂറ ഹോളിഡേയ്സ്, ദെൻ ഓക്കെ എനിക്ക് പേരൊന്ന് എടുക്കേണ്ടി വരും. ഇറ്റ്സ് എനഫ്. ഞാൻ പറയുന്നത് ഇപ്പം ഇനി ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ജോലി അടിച്ച് നടക്കുന്ന ഒരു അല്ലെങ്കിൽ ടൂർ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ആൾ അല്ലെങ്കിൽ ഒരു യങ്സ്റ്റർ എന്നുള്ള നിലയിൽ ഒരാൾ വരികയാണ്, ഒരു 2 days എനിക്ക് ട്രിപ്പ് പോകണം. വെബ് CRSൻ്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ വെബ് CRS എന്ന് പറയുന്നത് എന്താണ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ആ മറ്റേ ട്രാവലറിൻ്റെ ഇൻഫർമേഷൻ ആ ട്രാവലർ ഇപ്പം ചാലക്കുടിയിലാണെങ്കിൽ ചാലക്കുടിയിലുള്ള ഞങ്ങളുടെ സംരംഭകരായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, ആൻഡ് വി ഡോണ്ട് ടേക്ക് എനി കമ്മീഷൻ. ഓക്കെ, അതായത് എനിക്കിപ്പോൾ ചാലക്കുടിയിൽ ഇപ്പോൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പോകണം. അങ്ങനെയല്ല, ഇപ്പോൾ താങ്കൾ ചാലക്കുടിയിൽ താമസിക്കുന്നു. ഓക്കെ, ഫൈൻ. താങ്കൾക്ക് ചിലപ്പോൾ മൂന്നാർക്ക് പോകണമെന്നാവാം, തേക്കടി പോകണമെന്നാവാം, അല്ലെങ്കിൽ ഗോവയ്ക്ക് പോകണമെന്നാവാം, ദുബായിക്ക് പോകണമെന്നാവാം, സിംഗപ്പൂർക്ക് പോകണമെന്നാവാം, വിയറ്റ്നാം പോകണമെന്നാവാം. ഓക്കെ, എവിടെയാണെങ്കിലും ഈ ചാലക്കുടിയിലുള്ള തോമസ് ഏട്ടൻ ചോദിച്ചാൽ മതി. തോമസ് ഏട്ടൻ ഞങ്ങളുടെ സംരംഭകരായ ആ തോമസ് ഏട്ടന് ഈ ലോകത്തുള്ള ഏത് ഡെസ്റ്റിനേഷനും ആ ചാലക്കുടിക്കാരന് വിൽക്കാൻ പറ്റും, സർവീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രാവലർ സ്പെൻഡ് ചെയ്യണത് ഫോർ എക്സാമ്പിൾ 10,000 രൂപയാണെന്ന് വയ്ക്കും, ശരി, അല്ലെങ്കിൽ 1,00,000 രൂപ. ഇപ്പോൾ ഇൻ്റർനാഷണൽ ടൂറാണ് 1,00,000 രൂപ വയ്ക്കും. ഇന്ന് ആ ട്രാവലർ ഒരു ഓൺലൈനോ ഒരു പ്ലാറ്റ്ഫോമോ യൂസ് ചെയ്ത് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ആ 1,00,000 രൂപയും ചാലക്കുടി വിടും. സത്യമല്ലേ? അതെ. അപ്പോൾ അതർ എൻഡിൽ ഇരിക്കുന്നത് ഏതായാലും ഒരു വിദേശിയായിരിക്കും. അതിൻ്റെ അകത്തൊരു കമ്പോണൻറ്റ് അങ്ങോട്ട് പോകും, ബാക്കിയുള്ള കമ്പോണൻറ്റ് ഈ പറഞ്ഞ ഗോവയ്ക്കോ അല്ലെങ്കിൽ ലണ്ടനോ അല്ലെങ്കിൽ ദുബായിക്കോ പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്
അതിനകത്തുനിന്നൊരു 15,000 ഒരു 2,000-3,000 രൂപയോ അല്ലെങ്കിൽ ചിലപ്പോൾ 5,000 രൂപ ഇങ്ങേരുടെ ട്രാവലറിൻ്റെ പോക്കറ്റിൽ തന്നെ കിടക്കും. കാര്യം എന്താ, ഓൺലൈനേക്കാട്ടും ചീപ്പർ റേറ്റ് ആണ് തോമസ് ചേട്ടൻ കൊടുക്കുന്ന റേറ്റ്. 95,000 ആണ്. അപ്പം എന്ത് പറ്റി, 5,000 രൂപ നമുക്ക് ചാലക്കുടിയിൽ നിന്ന് മാറി പോയിട്ടില്ല. ഇനി ബാക്കിയുള്ള 95ൻ്റെ അകത്തുനിന്ന് ഒരു 10,000-15,000 രൂപ ചാലക്കുടി തന്നെ കിടക്കും. കാരണം എന്താ, അതിൻ്റെ കമ്മീഷനാണ്. ഈ 1,00,000 രൂപയിലെ കമ്മീഷൻ 20,000 രൂപ ഉണ്ടാവും, അല്ലെങ്കിൽ 15,000 രൂപ ഉണ്ടാവും. അപ്പോൾ 10,000-15,000 രൂപ ബാക്കിയുള്ളത് ചാലക്കുടിയിൽ തോമസ് ചേട്ടൻ്റെ കൈ കിട്ടും. അതല്ലെങ്കിൽ അപ്പുറത്ത് വേറെ ആൾക്ക് കിട്ടുന്നതാണ്. അതെ, പുറത്തുള്ള ഏതെങ്കിലും കമ്പനിക്ക് കിട്ടുന്നതാണ്, അത് തോമസ് ചേട്ടൻ്റെ കൈ കിട്ടും. ഈ തോമസ് ചേട്ടൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അത് തോമസ് ചേട്ടൻ അവിടെ റെസ്റ്റോറൻറ്റിലോ സൂപ്പർ മാർക്കറ്റിലോ പോയി സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ തിരിച്ച എക്കണോമിയിൽ തന്നെ നിൽക്കും. കറക്റ്റ്. അല്ലെങ്കിൽ തോമസ് ചേട്ടൻ ശമ്പളം കൊടുക്കുന്ന ആ സ്റ്റാഫിന് ആ പൈസ വന്ന് ആ സ്റ്റാഫ് ഈ പറഞ്ഞ പോലെ ഈ യാത്ര ചെയ്ത ആളുടെ കടയിൽ നിന്ന് തന്നെ സാധനങ്ങൾ മേടിക്കും. ഓക്കെ. ഇപ്പോൾ വെബ് CRS മുഖേന ഇപ്പോൾ നമ്മൾ തോമസ് ചേട്ടൻ എന്ന് പറയുന്നത് നമ്മൾ ഉദാഹരണം പറഞ്ഞു, ഒരു 1 lakh rupees അല്ലെങ്കിൽ 1,00,000 രൂപയുടെ ഒരു ബുക്കിംഗ് നടക്കുന്നു പർട്ടിക്കുലർ ആൾ. വെബ് CRSന് ഇതുകൊണ്ടുള്ള ഗുണം, അല്ലെങ്കിൽ ആ 1,00,000 രൂപ മുടക്കുമ്പോൾ വെബ് CRSന് കിട്ടുന്ന പ്രോഫിറ്റ് എന്താണ്? There is no commissions at all. Zero commissions. ഞങ്ങളുടെ എൻ്റെ ഡിസൈൻ ഇസ് ലൈക്ക് ദാറ്റ്. അപ്പോൾ കമ്പനി എങ്ങനെ റൺ ചെയ്യും? വെബ് CRS എങ്ങനെ? ഞങ്ങൾ ചെയ്യുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് തോമസ് ഏട്ടൻ സ്വന്തമായി ഒരു സംരംഭം തുടങ്ങി 1 കോടി ടേൺ ഓവറുള്ള ഒരു സംരംഭമാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചാൽ ഒരു 10 കോടി രൂപയുടെ എൻക്വയറിയെങ്കിലും ആൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ. എന്നാലാണല്ലോ 1 കോടിയുടെ ബിസിനസ് നടക്കും. ഉറപ്പായിട്ടും. അപ്പോൾ ഈ 10 കോടി രൂപയുടെ എൻക്വയറി ക്രിയേറ്റ് ചെയ്യാനുള്ള അഡ്വർടൈസ്മെൻറ്റും ആ എൻക്വയറിക്കൊക്കെ ഉത്തരം പറയാനുള്ള സ്റ്റാഫും റിസോഴ്സസും ഇൻഫ്രാസ്ട്രക്ചറും കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും ഈ 8-10 പേരെ റിക്രൂട്ട് ചെയ്ത് അവരെ മാനേജ് ചെയ്ത് സാലറി കൊടുത്തിട്ടുള്ള ഓപ്പറേഷൻസും ഇതെല്ലാ ചിലവും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 50-60 ലക്ഷം രൂപ ഒരു കൊല്ലം വരും. ഓക്കെ. അത് നമ്മൾ 15 ലക്ഷം രൂപ ഇപ്പോൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിന് ഗ്ലോബൽ ഓപ്പറേഷൻസിന് വേണ്ടി. ഞങ്ങൾ തുടങ്ങുമ്പോൾ ഈ പ്രോസസ്സ് തുടങ്ങുന്നത് 5 ലക്ഷം രൂപയ്ക്കാണ് കേരളം നിൽക്കാൻ. ഞങ്ങൾക്ക് പക്ഷെ അത് തുടങ്ങിയപ്പോൾ മനസ്സിലായത് കേരളം കൊണ്ട് മാത്രം ഈ തോമസ് ചേട്ടന് ഒരു സബ്സ്റ്റാൻഷ്യലി ലാർജ് കമ്പനി റൺ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കേരളം എന്നുള്ള ഡെസ്റ്റിനേഷൻ മാത്രം കൊണ്ട്, അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ബാക്കിയുള്ള ഡെസ്റ്റിനേഷൻസിലേക്കുള്ള ബുക്കിങ്സിൻ്റെ അകത്ത് എന്തായാലും നടക്കും. ആ പൈസയൊക്കെ പുറത്തേക്ക് പോവുകയും ചെയ്യും. അതിനെയും കൂടി ഒന്ന് നമുക്ക് നാട്ടിലേക്ക് റീജിയണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രോസസ്സ് ഇറക്കിയത്. അപ്പോൾ വി എക്സ്പാൻഡഡ് നാഷണലി ആൻഡ് ഗ്ലോബലി ഓൺ ദ സപ്ലയർ ബേസ്. അപ്പോൾ അതുകൊണ്ട് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തോമസ് ചേട്ടന് ഇങ്ങനെ ഒരു സംരംഭം ഇന്ന് തുടങ്ങി ഓപ്പറേറ്റ് ചെയ്യാൻ ആളുടെ സ്റ്റാഫിൻ്റെ ശമ്പളം അടക്കം ആകെ ചെലവ് ഈ 15,000. ഓക്കെ. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു 3 ലക്ഷം സംരംഭത്തിൻ്റെ സ്റ്റാഫിൻ്റെ ശമ്പളമായിട്ട് പോകും. ബാക്കി MC-യുടെ ഫീസ്, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഫീ, കമ്പനി സെക്രട്ടറി ഫീ, ബാക്കിയുള്ള റിക്രൂട്ട്മെൻറ്റ് ഫീ, ട്രെയിനേഴ്സ് ഫീ, ഇങ്ങനെയുള്ള എല്ലാ ചിലവുകളും കഴിഞ്ഞ് ഞങ്ങളുടെ ടെക്നോളജിക്ക് ഒരു ചെറിയൊരു എലമെൻ്റ് ഉണ്ട്. ആ എലമെൻ്റാണ് എൻ്റെ ഇൻകം. അത് മാത്രം മതി ഞങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് റൺ ചെയ്യാൻ. അൾട്ടിമേറ്റ്ലി നല്ല ടെക്നോളജീസ് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനികൾക്ക് നന്നായിട്ട് ഓപ്റ്റിമൈസ് ചെയ്യാം, അവരുടെ ഓപ്പറേഷണൽ കോസ്റ്റ് കുറയ്ക്കാം എന്നുള്ളതിൻ്റെ പ്രൂഫ് ഓഫ് കോൺസെപ്റ്റാണ് ഞങ്ങളുടെ ഈ പ്രോസസ്സ്. ഇൻട്രസ്റ്റിംഗ്. ആ ഒരു റവന്യൂ വെച്ച് മാത്രം ഞങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങളുടെ ഗെയിം. ഞങ്ങളെ ഏത് സംരംഭത്തിൽ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം, വേറെ ഒന്നിലും അവർ 5 പൈസ ചിലവ് ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, ഞങ്ങളുടെ ഇപ്പോൾ തോമസ് ചേട്ടൻ്റെ ഒരു പുതിയൊരു മേഖലയിൽ നിന്ന് ഇപ്പോൾ ഒരു ടീച്ചറാണ്, ലോയറാണ്. ഞങ്ങളുടെ ലോയേഴ്സ് ഞങ്ങളുടെ ക്ലയൻസ് ഉണ്ട്. ഓക്കെ. സോ യു നോ ഹൗ ഹാർഡ് ഇസ് ഇറ്റ് അതർവൈസ് ടു ബി ഫീൽ. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോൾ അവർ മണത്തറിഞ്ഞിരിക്കും. അവരുടെ ജോബ് അതാണല്ലോ, അവർ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ലോയേഴ്സ്, എൻജിനീയേഴ്സ്, പല സെഗ്മെൻറ്റിലുള്ള ആൾക്കാരുണ്ട്. ഇപ്പം അങ്ങനെയുള്ള വേറൊരു മേഖലയിൽ നിന്ന് ഈ ഒരു മേഖലയിലേക്ക് പുതുതായി വന്ന് എൻ്റർ ചെയ്യുന്ന യാത്രകളുടെ പാഷൻ ഉള്ളത് കൊണ്ട് മാത്രം, പിന്നെ സ്വന്തമായൊരു സംരംഭങ്ങളിലുള്ള ആഗ്രഹമുള്ള ആളായതുകൊണ്ട്, അങ്ങനെ ഒരാൾ വന്ന് ഒരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുകയാണെങ്കിൽ, ബ്രാൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് 2 സൈഡിലാണ്. ട്രേഡിംഗ് ബിസിനസ്സിൽ ബ്രാൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ സൈഡിൽ ബ്രാൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഉണ്ട്. ഒന്ന് ആ ബ്രാൻഡിലേക്ക് കൺസ്യൂമേഴ്സ് വരണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സപ്ലയേഴ്സ് ആയിട്ടുള്ള ബ്രാൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. എന്ന് പറഞ്ഞാൽ ഹോട്ടൽസും ട്രാൻസ്പോർട്ട് പ്രൊവൈഡേഴ്സും ആക്ടിവിറ്റി പ്രൊവൈഡേഴ്സും എക്സ്പീരിയൻസ് പ്രൊവൈഡേഴ്സും DMCs ഒക്കെ ആയിട്ടുള്ള ഈ പുതിയ ഒരു തോമസ് ചേട്ടന് ഈ മേഖലയിൽ വന്ന് തോമസ് ചേട്ടന് എനിക്കൊരു തോമസ് ചേട്ടൻ ആവണമെങ്കിൽ ഇപ്പം ഒരു ടാജിൻ്റെ അകത്ത് നിന്ന് കോൺട്രാക്ട് എടുക്കണം, അല്ലെങ്കിൽ ഹയാത്തിന് കോൺട്രാക്ട് എടുക്കണം, മാരിയറിന് കോൺട്രാക്ട് എടുക്കണം, അല്ലെങ്കിൽ ഇപ്പം ഉത്തരാഖണ്ഡിൽ ഒരു 3 സ്റ്റാർ ഹോട്ടലിന് കോൺട്രാക്ട് എടുക്കണം. എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും?
ദാറ്റ്സ് പോസിബിൾ. കാര്യം ഇറ്റ്സ് എ ഹ്യൂമങ്കസ്. കേരളം എന്നാൽ ഈ പറഞ്ഞ പോലെ 2000-2500 നല്ല ഹോട്ടൽസ് സപ്ലയേഴ്സ്. ഓക്കെ. അത് നാഷണലി എടുത്താൽ അത് 72 to 75 ലക്ഷം സപ്ലയേഴ്സ് ഉണ്ട്. ഓക്കെ, നൗ ഗ്ലോബലി ടേക്കിംഗ് ഇറ്റ് യു വുഡ് നോ ദ നമ്പേഴ്സ്, ഇറ്റ്സ് എക്സ്ട്രീംലി ഹൈ. അപ്പോൾ അത്രയും സപ്ലയർ ബേസിലേക്ക് എങ്ങനെ ഒരു സംരംഭകന് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റും? ഓക്കെ, അതാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ആ സപ്പോർട്ട് മെക്കാനിസമാണ് നമ്മൾ റൺ ചെയ്യുന്നത്. ഓക്കെ. ഓർ എൻ്റെ ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട് ദർ ഇസ് എ ലോട്ട് ഓഫ് കണക്ഷൻസ് ആൻഡ് റിലേഷൻഷിപ്പ് ദാറ്റ് ഐ ഹാവ്, ആൻഡ് ഐ ആം ഓപ്പണിംഗ് അപ്പ് മൈ എൻറ്റയർ റീച്ച് ഓഫ് ദാറ്റ് സപ്ലയർ ബേസ് ടു അവർ ഓണ്ടർപ്രണേഴ്സ്. അവർക്ക് എന്നിട്ട് ഈ ഓരോ ബുക്കിങ്സിലും ഇവർ നേരിട്ട് സപ്ലയറിനാണ് പേയ്മെൻറ്റ് അയക്കുന്നത്, അല്ലാണ്ട് വെബ് CRSന് 5 പൈസ ഇല്ല. റൈറ്റ്. സോ ഇപ്പോൾ സംരംഭം തുടങ്ങി, ഇപ്പോൾ താങ്കളുടെ ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു കൊളീഗ് ഒരു എൻക്വയറി തന്നു, ഗോവയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പം അവർക്ക് ബീച്ച് സൈഡിൽ നല്ലൊരു ഹോട്ടൽ വേണം, മാരിയറ്റ് വേണമെന്ന് പറഞ്ഞു. ഓക്കെ, അവരുടെ കോർപ്പറേറ്റ് മൂവ്മെൻ്റ് ആണ്, അവർക്ക് 45 പേരുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ചാലക്കുടി തുടങ്ങിയ നമ്മുടെ സംരംഭത്തിന് ഒരു മെയിൽ അയച്ച് മാരിയറ്റിൽ ചോദിച്ചിട്ട് 45 റൂമിൻ്റെ ഒരു എൻക്വയറി ചോദിച്ചു കഴിഞ്ഞാൽ, ഡു യു തിങ്ക് യു വിൽ ഗെറ്റ് എ കോൺട്രാക്ട്? ഡു യു തിങ്ക് യു ക്യാൻ ബി കോമ്പീറ്റന്റ് ഇനഫ് ടു ദി മൾട്ടിനാഷണൽ കമ്പനീസ്? They would be receiving so much of inquiries every day from lot of companies. Okay. How do they even spot you on this process? Okay, so competency avannu kittum. That's a challenge. So we will ensure we have in direct relationship with these organizations. അപ്പോൾ എന്താണ് നമ്മൾ റെഫർ ചെയ്യുന്ന ഏത് കേസും they will ensure the competency. Okay, ensure ചെയ്യാൻ പറ്റും. Ensure ചെയ്യും. എന്നിട്ടോ ഈ നിങ്ങൾ തുടങ്ങുന്ന സംരംഭത്തിൻ്റെ പേരിലായിരിക്കും ആ ബുക്കിങ്സ് അവിടെ കയറുന്നത്. അതിപ്പോൾ ഞാനൊരു കമ്പനിയുടെ നെയിം ഉണ്ടെങ്കിൽ എൻ്റെ നെയിമിലായിരിക്കും. യെസ്, എക്സാക്ട്ലി. ആ ബ്രാൻഡിൻ്റെ പേര് ആണ് ബുക്കിംഗ് കയറുന്നത്, ആ ബ്രാൻഡിൻ്റെ പേരിലാണ് പേയ്മെൻറ്റ് അയക്കുന്നത്. സോ ഇൻ യുവർ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ഓർ ഇൻ ദെയർ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് യുവർ കമ്പനീസ് നെയിം വിൽ ബി പ്രസൻറ്റ് ആൻഡ് ഓൾ ദ ബെനിഫിറ്റ്സ് കംസ് ടു യു. ഓക്കെ, റൈറ്റ്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ബുക്കിങ്ങിൽ ശരിക്കും വെബ് CRSന് പ്രോഫിറ്റ് ഇല്ല. അത് ഒരു കമ്പനിയെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന സപ്പോർട്ടിൽ കിട്ടുന്ന ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. കറക്റ്റ്. ഈ ഹ്യൂജ് എമൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടേം, റൈറ്റ്? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രാവൽ കമ്പനി തുടങ്ങാനായിട്ട് ഒരു മൊബൈൽ ഫോണും സിം കാർഡും മതി, ഇതിൽ കൂടെ ചിലവ് വേണമെന്നുള്ളതാണ് നമ്മുടെ പെർസ്പെക്റ്റീവ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ടു അണ്ടർസ്റ്റാൻഡ്. ഇന്ന് ഒരു സംരംഭം തുടങ്ങാൻ എത്ര രൂപ ചിലവ് വരുന്നതാണ് ആൾക്കാർ എപ്പോഴും ചോദിക്കുക. ഐ വുഡ് റിയലി വോണ്ട് ടു മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് വൺ തിങ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. സംരംഭം തുടങ്ങിയാൽ മാത്രം പോരാ, ഇത് ഓടണം. ഈ ഓടണതിൻ്റെ ചലഞ്ചസ് ആണ് ദ റിയൽ ബിഗ് തിങ്. ഓക്കെ, തുടങ്ങാനൊരു കമ്പനി രജിസ്റ്റർ ചെയ്യാനൊക്കെ അത് വളരെ ചെറിയ കോസ്റ്റേ ഉള്ളൂ. പക്ഷേ setting up a company and running the company for a period and managing the quality of the performance of the company demands a lot of things. Okay. ഇതിനെ പറ്റി തുടങ്ങല്ലേ എന്നുള്ള പെർസ്പെക്റ്റീവ് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. പിന്നെ കയറി കഴിയുമ്പോഴാണ് ഓരോ ദിവസവും ഓരോ മാസവും ഓരോരോ സാധനങ്ങൾ മുന്നിൽ വരുമ്പോൾ അതിനൊക്കെ ചിലവ് വരും. ആ ചിലവൊക്കെ കണ്ടുപിടിക്കാൻ നടക്കണം. അത് പിന്നെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ സംരംഭം താഴോട്ട് പോകും. അല്ലെങ്കിൽ അതിനുള്ള യു ഹാവ് ടു കഫ് അപ്പ് ദാറ്റ് മണി ടു എൻഷുർ ദ ബിസിനസ് റണ്ണിങ്. നമ്മൾ എത്ര നാൾ റൺ ചെയ്യാനുള്ള ഒരു മൂലധനം ഉണ്ടായിരിക്കണം ശരിക്കും ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ? നമ്മൾ എത്ര നാൾ വെയിറ്റ് ചെയ്യണം ഇത് സക്സസ് ആവുമോ ഫെയിലിയർ ആവുമോ അറിയാൻ? ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ് ഓഫ് ബിസിനസ്. അതാണ് നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത്. എന്ത് സൈസാണ് നിങ്ങൾ ബിസിനസ് ആഗ്രഹിക്കുന്നത്? ഓക്കെ, അപ്പം എൻ്റെ റെഗുലറായി കിട്ടുന്ന ആൻസറാണ് അതിനിപ്പോൾ എന്ത് സൈസ്? തുടങ്ങിയാൽ പിന്നെ അങ്ങോട്ട് ചെയ്യല്ലേ, പിന്നെ നമ്മൾ വളരെ നടക്കാറില്ല. കാര്യം ഈ എന്ത് സൈസ് ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ് ആർ കൺസേൺഡ് അത് ക്ലാരിറ്റി ഉണ്ടാവണം. ആ നമ്പർ ഫോക്കസ് സെറ്റ് ചെയ്താലാണ് ആ നമ്പർ എത്താൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. കറക്റ്റ്. ആ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ കോസ്റ്റാണ് കോസ്റ്റ് ഓഫ് റണ്ണിങ് ദ ബിസിനസ് ആൻഡ് സെറ്റിംഗ് അപ്പ് ആൻഡ് റണ്ണിങ് ദ ബിസിനസ്. ഇത് ക്ലാരിറ്റി, ഈ ഗോളില്ലെങ്കിൽ ഈ ആക്ഷൻസ് ക്ലിയർ അല്ല. ഈ ആക്ഷൻസ് ക്ലിയർ അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ക്ലിയർ അല്ല. ഈ കോസ്റ്റ് ക്ലിയർ അല്ലെങ്കിൽ നാച്ചുറലി യു ആർ ഗെറ്റിംഗ് ഇൻ ടു എ കംപ്ലീറ്റ് ഡാർക്ക്നെസ് ആൻഡ് എവറിത്തിങ് ഇസ് എ സർപ്രൈസ്. ഓൾമോസ്റ്റ് എവറിത്തിങ് ഇസ് എ സർപ്രൈസ്. അപ്പം
it is the first and foremost thing for an entrepreneur to start a business is to figure out how big is my business in 1 year or 2 years. അതിൻ്റെ ക്ലാരിറ്റി ഉണ്ടാക്കിയിട്ടാണ് പിന്നെ ബാക്കിയുള്ള എന്തുമുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു റീറ്റെയിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, ഗാർമെൻറ്റ് റീറ്റെയിൽ. ഗാർമെൻറ്റ് റീറ്റെയിൽ എന്ന് പറയുമ്പം നാച്ചുറലി അത് പല വിധത്തിലും ചെയ്യാം. അതെ, ലുലു മോളിൽ ഒരു പ്രോപ്പർ സ്റ്റോർ സെറ്റ് ചെയ്ത് ബ്രാൻഡഡ് ആയിട്ടുള്ള പോളിച്ച ഒരു സാധനം നന്നായിട്ട് സെറ്റ് ചെയ്ത് നമുക്ക് ഇറങ്ങാം. ശരി. പാലാരിവട്ടത്ത് ഒരു ഷോപ്പ് എടുത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഇറക്കി നമുക്ക് ഒരു ബൊട്ടീക്ക് സ്റ്റോർ ഇറക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ജയ്പൂരിൽ നിന്നോ ബോംബെയിൽ നിന്നോ ഡൽഹിയിൽ നിന്നോ സാധനങ്ങൾ ഇറക്കി നമുക്ക് സാധനങ്ങൾ ചെയ്യാം. ബ്രോഡ്വേയിൽ ഒരു ഉന്തുവണ്ടി വാങ്ങിച്ച് അതിൻ്റെ മുകളിൽ കോയമ്പത്തൂരിൽ നിന്ന് കുറച്ച് ടീഷർട്ടും കൂട്ടിയിട്ട് വിൽക്കാം. ഇത് 3 ഗാർമെൻറ്റ് റീറ്റെയിൽ ബിസിനസ്സാണ്. ഓക്കെ, സത്യമല്ലേ? യെസ്, ദിസ് ഇസ് ഓൾ ഗാർമെൻറ്റ് റീറ്റെയിൽ ബിസിനസ്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് അസോസിയേറ്റഡ് ലോ കോസ്റ്റ് ഒബിയസ്ലി ബ്രോഡ്വേ തന്നെയാണ്. കറക്റ്റ്. വാട്ട് ഇസ് ദ ഫാസ്റ്റസ്റ്റ് ബ്രേക്ക് ഈവൻ? പ്രോഫിറ്റബിൾ ആവുക ബിസിനസ്സിന് പ്രോഫിറ്റബിൾ ആവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഏത് ബിസിനസ്സിനായിരിക്കും ഫാസ്റ്റസ്റ്റ് ബ്രേക്ക് ഈവൻ? ലുലു മോളിൽ തന്നെ ആയിരിക്കണം. അല്ല, ബ്രോഡ്വേ. വൈ? വെരി സിമ്പിൾ. 20,000 രൂപയുടെ ഉന്തുവണ്ടി, ഒരു 40,000 രൂപയുടെ തുണി സ്റ്റോക്ക് എടുത്തു, ഇവിടെ കൊണ്ടുവന്നിട്ടു, ഒരു ബായിനെ വെച്ചു, അവന് വിൽക്കാൻ വെച്ചു, അവന് 1000 രൂപ. ഒരു ദിവസം ഒരു 1,500 രൂപയുടെ സാധനങ്ങൾ വിറ്റ് പോകും. ഓക്കെ, അതിനകത്ത് 500 രൂപ മിച്ചം പിടിക്കും. അത് വെച്ചിട്ട് ഒരു മാസം 2-3 മാസം കൊണ്ട് ആ ഉന്തുവണ്ടിയുടെ കോസ്റ്റ് റിക്കവറായി. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞ് ഒരു 6 മാസം കൊണ്ട്. അതാണ് ചോദിക്കുന്നത്. പക്ഷെ അവിടെ ഈ ലോ കോസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പെട്ടെന്ന് പൂട്ടി പോകുന്നില്ലേ? പറഞ്ഞുതരാം, അതിൻ്റെ പ്രശ്നം അവിടെയല്ല. ലുലു മോളിലോ 1 കോടിയോളം ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ ലാക്സിൻ്റെ മന്ത്ലി റെൻസ് നമ്മൾ കൊടുക്കുന്നു. ഇതൊക്കെ ചെയ്ത് ഇതിൻ്റെ ബ്രേക്ക് ഈവൻ എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും അറിയാമോ? ഒരു 2, 3, 4 വർഷത്തിലായിരിക്കും. ഓക്കെ ഓക്കെ, ആ ബ്രാൻഡ് ബ്രേക്ക് ഈവൻ ആവുന്നത്. കറക്റ്റ് അല്ലേ? കാര്യം അത്രയും ഇൻഫ്രാസ്ട്രക്ചറൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിക്കവർ ചെയ്യണം. ഓക്കെ. പക്ഷേ ഈ ഉന്തുവണ്ടിക്കാരിൽ ചെയ്യുന്ന ബിസിനസ് ഓണർ, അയാൾക്കും 8 മണിക്കൂറുള്ള ഒരു ദിവസം അല്ലെങ്കിൽ 12 മണിക്കൂറാണ് അയാളുടെ ആ ബിസിനസ് രക്ഷപ്പെടുന്നത്. അയാളുടെയും ഈ പറഞ്ഞ ഒരു ദിവസം മൊത്തം ചിന്തിക്കുന്ന ഇന്നത്തെ ബിസിനസ്, ഇന്ന് മഴ പെയ്തു, ബിസിനസ് താഴെയായിരിക്കും. ഇനി ഈ വീക്കെൻഡ് നമ്മൾ എന്തിറക്കിയാലാണ് ബിസിനസ് ചെയ്യാൻ പറ്റും. ഇത് തന്നെയാണ് ഒരു വലിയ ബിസിനസ് ചെയ്യണതിൻ്റെയും തോട്ട്. അത് തന്നെയാണ് ലൈൻ ഓഫ് തോട്ട് സെയിം തന്നെയാണ്. എങ്ങനെ നമുക്ക് കൂടുതൽ ബിസിനസ് നടക്കും, എന്ത് പ്രൊമോഷൻ ചെയ്താൽ കാര്യം നടക്കും, ഇതൊക്കെ തന്നെയാണ് ചിന്ത. 2 പേരിലും 2 സംരംഭകരിലും സമയം സെയിം ആണ്. ഓക്കെ. പക്ഷേ ഈ ബിസിനസ് ഇവിടെ ഉന്തുവണ്ടിയുടെ മുകളിൽ ബ്രേക്ക് ഈവനായി 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട്. 7ാമത്തെ മാസം ഇയാളുടെ ഡെയിലി ഇൻകം എത്രയാണ് അല്ലെങ്കിൽ മന്ത്ലി ഇൻകം എത്രയാണ്? ഡെയിലി ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 രൂപയായിരുന്നു കിട്ടുന്നത്. 500 രൂപയാണ് അത് കിട്ടിക്കൊണ്ടിരുന്നത്. അതിൻ്റെ അകത്ത് ഉന്തുവണ്ടിയുടെ ഒരു 400 വെച്ച് ചിലവ് കഴിഞ്ഞ് 100 വെച്ചിട്ട് ആദ്യം ഓടിയായിരുന്നു. അത് കുഴപ്പമില്ല, പെർ ഡേ. അപ്പോൾ ഒരു 3000 രൂപ മാസം. ഓക്കെ, ഫെയർ. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഇയാളുടെ ഇൻകം എന്താ? 500 രൂപ ഇൻറ്റു 30, 15,000 രൂപ. സംരംഭകനാണ്, ബ്രേക്ക് ഇവൻ കഴിഞ്ഞു, പ്രോഫിറ്റബിൾ ആണ്. പക്ഷേ ഇപ്പോഴും അത് തന്നെയാണ്. അല്ല, 3000 15,000 രൂപ മതി. നിങ്ങൾ ആ സംരംഭം ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നോ? ഇല്ലല്ലോ. ദിസ് ഈസ് എ പ്രോബ്ലം ദാറ്റ് വി ഹാവ്. ചെറുതായി തുടങ്ങാമെന്ന് വിചാരിക്കും, പക്ഷേ അതിൻ്റെ അകത്തുനിന്ന് കിട്ടാൻ പോകുന്ന റിട്ടേൺസും ചെറുത് തന്നെയായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പാക്റ്റ്. അതേസമയം 1 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 2 കൊല്ലം കൊണ്ട് റിക്കവർ ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു അസറ്റ് ബേസ് ഉണ്ടായി അവിടെ. ഓക്കെ, 10-40 ലക്ഷം രൂപയുടെ ഇത് റിക്കവർ ചെയ്ത് ഇറക്കി പൈസ ഒക്കെ റിക്കവർ ചെയ്തേ. മനസ്സിലായി. പിന്നെ ഒരു അസറ്റ് ബേസും ഉണ്ട്. അത് മാത്രമല്ല, എന്തായി പിന്നെ കിട്ടുന്ന പൈസ, ബ്രേക്ക് ഇവൻ്റെ മുകളിലോട്ട് കിട്ടുന്ന പൈസയുടെ മന്ത്ലി റിട്ടേൺസ് എന്തായിരിക്കും? ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. 2 ലക്ഷം 3 ലക്ഷം രൂപ മന്ത്ലി റിട്ടേൺസ് ഈസി ആയിട്ടുണ്ടാവും. ചിലപ്പോൾ 6-5 ലക്ഷം രൂപയായിരിക്കും. ആ റിട്ടേൺസിന് വേണ്ടിയാണ് ഇന്ന് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും, ഇതിൻ്റെ ബ്രേക്ക് ഇവൻ 6 മാസം, അതിൻ്റെ ബ്രേക്ക് ഇവൻ 3 കൊല്ലം. അവർ ചെയ്യുന്നത് കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷനാണോ എന്നുള്ള ചിന്തിക്കും. ദിസ് ഈസ് ദ പ്രോബ്ലം. ഈ ഒരു ലൈൻ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ സംരംഭകനില്ലെങ്കിൽ അവർ ഈ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു പോകും. അതിനകത്തുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ ഇറക്കുന്ന പൈസയാണ്
നമ്മുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്നാണ്. ഓക്കെ. ഇതിനകത്ത് കാണാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ആ സംരംഭകൻ്റെ സമയം, എഫേർട്ട്, കമ്മിറ്റ്മെൻറ്റ്, അതാണ്. അതിന് വാല്യൂ ഇല്ല, വാല്യൂ ഇടാറില്ല സംരംഭകൻ. They think that, oh, that is my time, no, that is my business, so I don't, അതിൻ്റെ കോസ്റ്റ് എടുത്തില്ല. ഞാൻ ചോദിക്കുന്നതാണ്, അതേ കമ്മിറ്റ്മെൻറ്റോടുകൂടി ഒരു സംരംഭം നടത്തുമ്പോൾ ചിലപ്പോൾ 10-12 മണിക്കൂറായിരിക്കും ആ സംരംഭത്തിന് വേണ്ടി ഓടിക്കുന്നത്. കമ്പനിയിലാവുമ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. അപ്പോൾ അത്രയും കമ്മിറ്റ്മെൻറ്റോട് കൂടി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്താൽ അയാൾക്ക് കിട്ടാൻ പോകുന്ന ശമ്പളം എത്രയായിരിക്കും? അത് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ആ അത്രയും കമ്മിറ്റ്മെൻറ്റോട് കൂടി സ്വന്തം സംരംഭത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ആ സംരംഭം ഇങ്ങനെ കൊടുക്കേണ്ട റിട്ടേൺസ് എന്താണ്? ആ റിട്ടേൺസ് കൊടുക്കണ്ടേ? കൊടുക്കാറുണ്ടോ? അത് കോസ്റ്റ് ചെയ്യാറുണ്ടോ? കോസ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ മോസ്റ്റ് വാല്യുബിൾ തിങ് ഇൻ ദാറ്റ് എൻ്റർപ്രൈസ് ഈസ് ദ ഓണ്ടർപ്രണേഴ്സ് ടൈം, എഫേർട്ട്, എനർജി ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. ഓക്കെ. അല്ലാണ്ട് ഇറക്കുന്ന പൈസയല്ല. എന്നിട്ട് ഈ പൈസയുടെ മുകളിൽ വച്ചുകൊണ്ട് ഇത് റിട്ടേൺസ് കമ്പ്യൂട്ട് ചെയ്യാൻ നോക്കും. ഓക്കെ. ഈ ചെറിയ ഒരു പ്രൊജക്റ്റിൽ ഇയാളുടെ ഇത്രയും വലിയ വാല്യൂ ഉള്ള സമയം സ്പെൻഡ് ചെയ്താൽ ഇതിനകത്ത് നിന്ന് കിട്ടുന്ന റിട്ടേൺസ് വെച്ചിട്ട് ഇയാൾ എപ്പോഴെങ്കിലും രക്ഷപ്പെടും? റിയൽ റിസൾട്ട്സ് കിട്ടുമോ? ഇല്ല. അപ്പം എന്ത് വേണം? ഇഫ് ദ ടൈം ഹാസ് വാല്യൂ ഓഫ് ദി ഓണ്ടർപ്രണർ, then they should invest in the right size of business such that എന്ത് പറ്റും? ഈ സാധനം രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഇയാളുടെ സമയത്തിനുള്ള വാല്യൂ ആൾക്ക് കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ എന്ത് പറ്റും? ഈ ഉന്തുവണ്ടി പരിപാടി ഒരു 5-6 മാസം റൺ ചെയ്യും. 8 മാസം കഴിയുമ്പോൾ മനസ്സിലായി ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലായി. ഇതൊരു ഈസ് ഇറ്റ്സ് റിയലി വർത്ത് മൈ ടൈം എന്ന് ചിന്തിക്കും. ഇതിനും പകരം ദുബായിൽ ജോലി കിട്ടി 50,000 രൂപ, കാര്യം കഴിഞ്ഞാലോ. ദിസ് ഈസ് ദ മേജർ ഇഷ്യൂ. അപ്പോൾ പലപ്പോഴും സംരംഭം തുടങ്ങുമ്പോൾ നമ്മൾ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങണമെന്ന് പറയുന്നത് ഒരു റൈറ്റ് അപ്രോച്ചാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. യു ഷുഡ് ഡു ദ ഐഡിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് സോ ദാറ്റ് ദ റിട്ടേൺസ് ആർ ബെറ്റർ. ആൻഡ് ആ ഓപ്റ്റിമൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്നുള്ള അനലൈസ് ചെയ്യും. അത് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ലോട്ട് ഓഫ് പാരാമീറ്റേഴ്സ്. അത് മനസ്സിലാക്കി അയാളുടെ സമയത്തിന് വാല്യൂ കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ബിസിനസ് ചെയ്യാൻ.